അതെ, ഇത്രയും ഫിലിം എല്ലാം ചെയ്യുമ്പോ പുള്ളിക്കാരത്തെ ക്രിട്ടിസൈസ് ചെയ്യോ ഭാര്യ? ക്രിട്ടിസൈസ് ചെയ്ത് കാണൂലല്ലോ, കണ്ടല്ലേ ക്രിട്ടിസൈസ് ചെയ്യാം. ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല. സിനിമയ്ക്ക് കൊണ്ടുപോകത്തില്ലേ? സിനിമ കാണും, എന്റെ സിനിമ കാണുമല്ല. എന്നതാടാ പറയുന്നത്? ചുമ്മാ എന്നെ എന്തേലും ഒക്കെ പറയും. പിന്നെ സ്വന്തം ഭർത്താവ് ഒരു കാണാൻ കൊള്ളുന്ന ഒരു സിനിമ പറഞ്ഞ ചേച്ചി, ഒരു കാണാൻ കൊള്ളുന്ന ഒരു സിനിമ പറഞ്ഞ ചേച്ചി. ഒരു 8 മുഴം കയറ് കിട്ടൂ, എനിക്കൊന്ന് തൂങ്ങിച്ചാവാൻ. വർഷങ്ങൾക്ക് ശേഷം ഒരു വർഷം കഴിഞ്ഞു, അത് വർഷങ്ങൾ കഴിഞ്ഞു. ഈ ചെയ്ത ഡയറക്ടേഴ്സ് ഒക്കെ അടിക്കും. ഒരിക്കലുമില്ല, അവർക്കൊക്കെ അത് ബോധ്യമുണ്ട്. അപ്പൊ ഞാനും അത് ബോധ്യം ഉണ്ടായിട്ടാ ചെയ്യാ. കഥ പോലും അറിയാത്ത ഞാൻ എങ്ങനെ ചേച്ചി ഇത്രയും പറഞ്ഞിട്ട് ചെയ്തില്ലേ? എന്നെ കൊണ്ട് തോറ്റു. പോട്ടെ, ചേട്ടനോട് കഥ ചോദിച്ചില്ലെന്ന് നോക്കാം, ബാക്കിയുള്ളവരോട് ഒന്നും ചോദിക്കുമല്ലേ. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ആരോടും ചോദിച്ചു നോക്ക് ചേച്ചി, ഞാൻ ആരോടും പോയി കഥ ചോദിച്ചു. അതുകൊണ്ടല്ലേ എന്നെ ഇത്ര സ്നേഹം അവർക്കൊക്കെ എപ്പോഴും. ഒന്നും ചോദിക്കില്ല ഞാൻ, ഒന്നും ചോദിക്കില്ല ഞാൻ. இந்த ஆளோட ஸ்பிரிட் எனக்கு நல்லா தெரியும் சார். അങ്ങ് അഭിനയിക്കും. അന്ന് രാവിലെ എന്നാ കുളത്തിൽ പറയുന്നത്? ചാടണോ ചാടും, പുല്ല് പറിക്കണോ പറിക്കും, എല്ലാം ചെയ്യും. അയ്യോ, അന്ന് രാവിലെ എന്നാ പറയുന്നത് അതൊക്കെ ചെയ്യുവോ? തന്നെ എന്താ രാജേന്ദ്ര ഈ പറയണേ? നമ്മുടെ ജോലിയല്ലേ, നമ്മള് ഫ്രീലാൻസ് ചെയ്യല്ലേ. ആ, ഫ്രീലാൻസ് അല്ലേ? ഫ്രീ ആയിട്ടല്ല, പക്ഷെ ഫ്രീലാൻസ്. എങ്കിൽ ഈ പരിപാടി പൊളിഞ്ഞത് തന്നെ. ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ. എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ, കൂടുതലില്ലാന്ന്. എപ്പോഴും എന്താ പറയാ, നമ്മളൊരു നല്ലത് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ ഒരു ടെൻഷൻ വന്നു, ഓക്കെ നാളെ അത് മാറി നേരെ ആവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവില്ലേ ഉള്ളില്? അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്നെ കൊണ്ടാവുന്നത് ചെയ്യുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോലി കൊണ്ട് കുടുംബം പോറ്റേണ്ട കാര്യമൊന്നുമില്ല. അതുമില്ല. ഇനിയിപ്പോ ഞാൻ എന്നതാ ഉള്ളത് അതൊന്നു പറഞ്ഞേ. എന്നാണ് സത്യം, ഇതേ ചൊല്ലി നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ചേച്ചി എപ്പോഴും എന്നെ സ്നേഹിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെട്ടിരുന്ന കുറെ ആൾക്കാർ എനിക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ സൗഹൃദം, പ്രണയം, അതുപോലെ പല രീതിയിൽ അതൊക്കെ പറയണല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഉണ്ട്. ഇപ്പൊ നാളെ എനിക്കൊന്നും ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട്, ചേച്ചി എനിക്ക് പൈസ ഇട്ടല്ലേ ഗൂഗിൾ പേയില് തരും തരും. അത്രേ ഉള്ളൂ. എന്തിനാ ടെൻഷൻ അടിക്കണം? എടാ, അപ്പൊ വൈഫായിട്ടുള്ള പ്രണയം അതെങ്ങനെയായിരുന്നു? എപ്പോഴായിരുന്നു ആ വൈഫായിട്ടുള്ള പ്രണയം? അതെപ്പായിരുന്നു? അതൊരു പ്രണയം. ഇതിനാണോ ആ പാവത്തിനേക്ക് ഇങ്ങനെ പറഞ്ഞു പറ്റിക്കണം? അയ്യോ, എന്റെ തേമ്പി ഇവ വീട്ടിൽ ചെല്ലുമ്പോ അടിക്ക് ഉറപ്പാ. ഇല്ല ചേച്ചി, അതൊക്കെ എപ്പോഴേ കിട്ടി, അതൊക്കെ എപ്പോഴേ കിട്ടി. അതെ, വന്നു കയറിയപ്പോ തൊട്ട് കൊച്ചിനെ കൊണ്ട് അടുക്കള പണി മുഴുവൻ ചെയ്യിപ്പിച്ചു. ഈ പറഞ്ഞ പോലെ വിശേഷം മുഴുവൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ധ്യാനിനെ ഇഷ്ടം ഇപ്പോഴും ഞാൻ പറയല്ലേ, ഒരു ടെൻഷൻ ഇല്ലാത്തൊരു കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ വന്ന് നിന്നോളൂ, അനുവിനൊരു മുൻപരിചയം ആവും. ചെല്ല് ചെല്ല്, എന്തായാലും വരാനുള്ളത് വഴി തങ്ങൊന്നുമില്ലോ. ചേച്ചിക്ക് അങ്ങനെ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? അയ്യോ, എനിക്ക് എന്നേലും ഇച്ചിരി കൂടെ സൈഡിൽ കൂടെ പോയാലും എനിക്ക് ടെൻഷൻ. അയ്യോ ഏട്ടാ അതെന്താ ഇങ്ങനെ ചോദിക്കുന്ന ഒരു വ്യക്തിയാ ഞാന്. അന്നേരം എനിക്ക് ടെൻഷനൊന്നും താങ്ങാൻ പറ്റിയാലോ, ഉള്ളതായത് പറയാലോ. എന്നൊരു മാതിരി ഊതരുത്. പിന്നെ ഒട്ടും പറ്റിയല്ലോ. ഇത് നോക്കിയേ, എന്നാ പ്രശ്നമുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേച്ച് പോലും ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞ് ജീവിച്ച ആളാ. അന്നേരം പിന്നെ എന്നാ പറയാനാ, ഇനി ഒരു ടെൻഷനും ഇല്ല. ചിലപ്പോ കുറച്ചൊക്കെ ഇതൊക്കെ കണ്ട് പഠിക്കരുത്, കുറച്ചൊക്കെ പഠിക്കണം, ഇച്ചിരിയൊക്കെ പഠിക്കാനുള്ളൂ, ഇച്ചിരിയൊക്കെ മുഴുവൻ പഠിക്കരുത്. പക്ഷെ നല്ല മനസ്സാ ഇതൊക്കെ എന്ത്. ആക്ച്വലി. ധ്യാന്റെ ജോണർ എന്താണ്? ആക്ഷൻ ആണോ, കോമഡി ആണോ, അതോ ഫാമിലി ആണോ? എന്താണ് ഒരു ഫിലിം ഡയറക്ട് ചെയ്യാൻ മെയിൻ ആയിട്ടൊരു അങ്ങനെ? അത് മിക്സ് ആണ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അല്ല, എനിക്കൊരു എല്ലാതരം സിനിമകളും ചെയ്യണം എന്നുള്ള. ഫസ്റ്റ് ഞാൻ ചെയ്ത ഭയങ്കര കൊമേഴ്ഷ്യൽ തട്ടുപൊളിപ്പൻ റോം കോം എന്നൊക്കെ പറയാൻ വന്ന ഫെസ്റ്റിവൽ സിനിമയാണ്. അറിയാമോ ഈ നാട്ടിൽ മത്തായിച്ചിന്റെ വില എന്താണെന്ന്? 8 രൂപ 50 പൈസ. എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇതിപ്പോ മറ്റുള്ളവരെ കൂടെ നാണം കെടുത്താനായിട്ട്. അച്ഛൻ ചെയ്ത പോലെ ഡയറക്ഷൻ സ്ക്രിപ്റ്റിന്റെ കൂടെ അഭിനയിക്കണ്ട. ഇല്ല ഇല്ല, ഒരു ചെറിയത് പുള്ളീനെ ആരും വിളിക്കാതായതുകൊണ്ടാണ് പുള്ളി തന്നെ അഭിനയിച്ചെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. അങ്ങനെ പുള്ളി ഒരു നടനായെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എല്ലാ ചേച്ചി ആലോചിച്ചു, 84 ഓർഡർ നമ്മ വളറിയാവുന്ന സിനിമ, ആ പടത്തിലാണ് പുള്ളിനെ ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ പടം പുള്ളി എഴുതിയതാ. ഓക്കെ, തൃപ്തിയായില്ലേ? അതിന് മുന്നേ ഒരു പുള്ളിനെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. പുള്ളി 76 വന്നതാ.
76 കണ്ട് 8 വർഷം എടുത്തു പുള്ളിനെ അന്ന് ശ്രദ്ധിക്കപ്പെടാൻ. ആ ശ്രദ്ധിക്കപ്പെട്ട പടം പുള്ളി തന്നെ എഴുതിയ പടം. കാരണം പുള്ളി ഈ 68-ൽ ചെന്നൈ പോയ സമയത്ത് പുള്ളി അന്ന് അഭിനയം പഠിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അന്ന് പുള്ളിനെ എല്ലാവരും റിജക്ട് ചെയ്തു. ഈ കോലം വെച്ചിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ഏത് കാലം ഒരിക്കലും തിളങ്ങാൻ പറ്റില്ല എന്നുള്ള. കാരണം ഒരു വകതിരിവില്ലാത്ത മലയാളി. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അന്ന് ഭയങ്കരമായിട്ട് ഈ പറയുന്ന MGR ആയിക്കോട്ടെ, അവിടെ ശിവാജി ഗണേശൻ ഇവരൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് അവരൊക്കെ സുന്ദരന്മാരായ നായകന്മാരല്ലേ. അങ്ങനെയുള്ള സമയത്ത് ഇത്രയും ഇങ്ങനെ ആൾക്ക് ഒരു പോസിബിലിറ്റി ഇല്ലെന്ന് പറഞ്ഞ അച്ഛനെ ഭയങ്കര റിജക്ഷൻ കിട്ടിയിരുന്ന ആളാണ്. ഇത്രയും കുരുട്ട് ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ പുള്ളി അവിടെ റിജക്ട് ചെയ്യപ്പെട്ട് പുള്ളി അവിടെ തന്നെ പഠിപ്പിച്ചു, ഫാക്കൽറ്റി ആയിട്ട് അവിടെ തന്നെ പഠിപ്പിച്ചു. അപ്പൊ പുള്ളിയുടെ ജൂനിയർ ആയിരുന്നു ചിരഞ്ജീവി, പുള്ളിയുടെ കൂടെ പഠിച്ചതാണ് രജനീകാന്ത്. അങ്ങനെ ഇവരൊക്കെ ഭയങ്കര പരിചയമൊക്കെ ആയിരുന്നു. വെറുതെ ഞെട്ടണ്ട, റോഡായിട്ട് നടന്നാ പോരാ, പണി പഠിക്കണം. എനിക്കതിനുള്ള ആംബിയർ ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അങ്ങനെ 70s ഇതായപ്പോഴേക്കും അവിടെ കുറച്ച് ഓഫ് ബീറ്റ് ആർട്ട് ഹൗസ് ഫിലിം മേക്കേഴ്സ്, BA ബക്കർ, അങ്ങനെ ആ ഗ്രൂപ്പിലേക്ക് പുള്ളി ചേക്കേറി പതിയെ. അങ്ങനെയാണ് പുള്ളി 76-ൽ എനിക്ക് തോന്നുന്നു മണിമുഴക്കം എന്ന് പറഞ്ഞ സിനിമ. വീട്ടില് ചെറുതായിരുന്നപ്പോ പാമ്പറിങ് കുറച്ച് കൂടുതലായിരുന്നു ധ്യാനിന്. സാരമില്ല, ഒരബദ്ധം ആർക്കും പറ്റും. എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല, അതോർത്ത് വിഷമിക്കണ്ട. ചേട്ടനാവുമ്പോ ചേട്ടന്റെ ഒരു മെച്ചോറിറ്റിയില് അല്ല അടി കിട്ടിയാണെങ്കിലും ചേട്ടന് കിട്ടും, അനിയന് കിട്ടില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. അടിപിടി അങ്ങനത്തെ സംഭവമൊന്നും അച്ഛനമ്മ തന്നിട്ടില്ല. അങ്ങനത്തെ അടി. നിങ്ങള് നല്ല കുഞ്ഞുങ്ങളായിരുന്നു. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. വലുതായപ്പോഴാണ് അടി കിട്ടിയത്. അല്ലെങ്കിലും പഠിച്ചിട്ടാണ് ഞാനൊക്കെ നിലയിലായത്. ഏത് നിലയില്? എന്തായാലും ഒരു വിഷുവിനല്ലേ എന്റെ അടുക്കളയിലേക്ക്, എന്റെ വീട്ടിലേക്ക് വന്നേ. എന്റെ പ്രേക്ഷകർക്ക് ഒരു വിഷു ആശംസ കൊടുക്കാമല്ലോ. എങ്ങനെ കൊടുക്കണം? നേരെ നോക്കി പറഞ്ഞാൽ മതി, അവരോട് നോക്കി പറഞ്ഞാൽ മതി. ആണുങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പൊക്കോട്ടെ, അതിന് സ്ത്രീകളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇതെങ്ങനെ ഞാൻ ഇപ്പൊ ഇതൊന്നും ആഘോഷിക്കാറില്ല. എല്ലാ കൊല്ലവും വരുന്നൊരു സാധനം അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞല്ല. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ, പിന്നെ ആരാവൻ? ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. ഈ വിഷു ഒന്നുമില്ല, ഒരു 4, 3, 7 കറി വെക്കാൻ എന്നാ ചെലവ്? ചേച്ചി റിച്ച് ഫാമിലി അതെ, നമ്മള് വായ മൂടാ. ഇതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ട്. പെരിയവനെ പ്രയോഗിക്കും മുമ്പുള്ള ഒരു മുന്നറിയിപ്പ്. ഓൺലി വിഷ്വൽ ഇമ്പാക്ട്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എവിടെ പോയാലും വിഷുവിന് എവിടെ ഏത് വീട്ടിലും, നമ്മുടെ മലയാളികളുടെ ഏത് വീട്ടിലും പോയിക്കോ, അങ്ങറ്റത്തൊട്ട് ഇങ്ങറ്റം വരെ വീട്ടിൽ പോയിക്കോ, എല്ലാരും സദ്യ ഉണ്ടാക്കും. ഞാനെന്ത് പറയാനാ? എന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറയണ. എല്ലാ വീടുകളിലും വെക്കും. ഭയങ്കര വിഭവമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഒത്തിരി കറികൾ വെച്ച്. കഴിഞ്ഞ ഒരു വർഷത്തിന് ആഘോഷങ്ങൾ കുറെ എണ്ണം കൂടുന്നില്ലേ, പല പല ആഘോഷം. നല്ലല്ലേടാ? നല്ല ചില പൈസയുള്ള വീട്ടിലെ ആൾക്കാർ അങ്ങനെ ഞാൻ പറഞ്ഞ കാശ് ചെലവാക്കി 3 മക്കളുടെ 3 ബർത്ത്ഡേ ആഘോഷിക്കണം. ആഘോഷിക്കൂലേ? ഓഹോ, അത് ശരി. അതല്ല ഉദ്ദേശം. അതൊക്കെ ചെറുതിലല്ലേ ഉള്ളൂ. ഇപ്പൊ വരത്തട അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ ആഘോഷിക്കുന്നത് വിഷു, ഓണം, അങ്ങനൊക്കെ ഉള്ളൂ. അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞില്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. വെറുതെ അല്ലോട് തന്നെ പരദൂഷണം വറിയതെന്ന് വിളിക്കുന്നത്. വെറുതെ കാർത്തൂന്റെ വയലിരിക്കണ കേൾക്കാണ്ട് പണിക്ക് പോകുന്നൊക്കെ കാണാനേട്ടാ. ഏയ്, ഞാനിപ്പോ പഴയ പോലെ അല്ല. വഴക്കും വക്കാണൊക്കെ മടുത്ത്. ഇപ്പൊ എല്ലാരോടും ഭയങ്കര സ്നേഹ.